നേരത്തെ ഒരു ആക്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു 2013. നമ്മുടെ റഹ്മാൻ സാഹിബ് എന്ന ന്യൂനപക്ഷത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റ് വഖഫ് ബോർഡ് നിയമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. അതെന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? വഖഫ് ഒഴിപ്പിച്ചെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. അതിന് മുമ്പ് റഹ്മാൻ ഖാൻ്റെ കാലത്ത് കൊണ്ടുവന്ന അമെൻമെൻറ്റിൽ ഒഴിപ്പിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ വളരെ നന്നായിട്ട് കൃത്യമായിട്ട് ശരിയാക്കി. ഓരോരുത്തരും വെച്ച് കെട്ടലാണ്. അവർ ഒഴിപ്പിക്കാൻ നിന്നാൽ പല ജാതി പ്രശ്നം, ആ ആക്ട്, ഈ ആക്ട്, മറ്റേ ആക്ട്, ഓവർ റൈഡിങ് പവറോടുകൂടി മറ്റെല്ലാ നിയമത്തെക്കാൾ വലുതായി വഖഫ് ആക്ട് നിൽക്കുമെന്ന ഭേദഗതി അന്ന് കൊണ്ടുവന്നു 2013 JPC. അന്ന് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ സാഹിബായിരുന്നു. ഞാൻ ആ 15ാം ലോക്സഭയിൽ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ ഒരു പ്രസംഗിക്കാനും എനിക്ക് അവസരം ഉണ്ടായി. പിന്നെന്തായിരുന്നു, 100 റുപ്യ, 200 റുപ്യ, 500 റുപ്യക്ക് ലീസിൽ കൊടുക്കുക. ആ JPC റിപ്പോർട്ട് പ്രകാരം ക്യാൻസൽ ചെയ്തൊന്നും മാത്രമല്ല, അതങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് വിലയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനം വന്നു. ആ സ്വഭാവത്തിൽ നിരവധി കാര്യങ്ങൾ അതിലുണ്ടായി. അതുപോലെ തന്നെ അസലൊരു ക്ലോസ് ഉണ്ടായി. ഞാൻ പാർലമെൻറ്റ് പ്രസംഗിച്ചത് എന്താ വെച്ചാൽ, വഖഫിൻ്റെ കൂടെ മുസ്ലിമീങ്ങളെ വഖഫ് ചെയ്യുന്നത് ശരി, ആ മുസ്ലിമീങ്ങളായിട്ടുള്ള സ്നേഹിതന്മാർക്ക് വഖഫിൻ്റെ കൂടെ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ അന്നത്തെ ആക്ടിലുണ്ടായി. അതങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്തൊരു ഖത്രിയമായിട്ടാണ് വഖഫ് സംരക്ഷിക്കുന്നതിന് വേണ്ടി 2013 അമെൻമെൻറ്റിൽ കൊണ്ടുവന്ന നിയമങ്ങൾ, ആ നിയമത്തെ പൊളിക്കാൻ വേണ്ടി കത്രിയെടുത്ത് വെട്ടിമാറ്റി ഡിലീറ്റ് ഒറ്റ വർത്തമാനമാണ്. എന്താ ഡിലീറ്റ് ചെയ്തത്? അതിൻ്റെ ആത്മാവിനെയാണ് ഡിലീറ്റ് ചെയ്തത്. ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റു കാര്യങ്ങളേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി പരിശ്രമങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേതാക്കന്മാർ പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മുസ്ലിമീങ്ങൾ തന്നെ ആയാലും എന്താ കുഴപ്പം? അല്ലാതെ ആവേണ്ടതല്ലേ? ഞാൻ പാർലമെൻറ്റിൽ എൻ്റെ കയ്യിൽ 35ഓളം, ഞാൻ വേണമെങ്കിൽ പ്രസിഡന്റ് കൊടുക്കാം, 35ഓളം ഈ ഇതിൻ്റെ ഗവേണിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതുപോലെയുള്ള സംഗതികളിൽ പ്രാതിനിധ്യത്തെപ്പറ്റി പറഞ്ഞതിൻ്റെ കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്. പ്രസംഗിക്കാതെ ഒന്നും അത്ര പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. അതിലല്ല പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞുള്ള കാര്യം കാശിയിലെ കാര്യമാണ് ഞാൻ ഒന്ന് ഉന്നയിച്ചത്. അത്രയും സമയം കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭരണം, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ സൂപ്പർവിഷൻ എല്ലാം ആ മതത്തിൽ മാത്രം നിക്ഷിപ്തമാണ്. അങ്ങനെ ഏതാണ്ട് 35ഓളം സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ മുസ്ലിം ആവണമെന്നില്ല. മാത്രമല്ല നോൺ മുസ്ലിംസ് ഉണ്ടാകണം. നോൺ മുസ്ലിംസിനുള്ള ആർക്കും വെറുപ്പില്ല. ആർക്ക് വെറുപ്പുണ്ടെങ്കിലും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് തളി ക്ഷേത്ര സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് നോക്കിയിട്ട് ക്ഷേത്രത്തിന് മുമ്പിൽ കാവൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട താങ്കൾ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തീരുമാനമെടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്തത്. ഹിന്ദു സമുദായത്തിൻ്റെ വികാരവിചാരങ്ങൾ, ആ വികാരവിചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരെന്തൊക്കെ പ്രചരണം നടത്തിയിരുന്നാലും ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങളെക്കുറിച്ചൊരു സംശയമില്ലാത്തത്. നിസ്തുലമായ സത്യസന്ധമായ സമീപനമാണ് ഞങ്ങളെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്.